നമുക്ക് ചുറ്റും കണ്ണീർ കഥകൾ ധാരാളമുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ 8 വയസ്സുകാരിയെ മുടിക്കുത്തിന് പിടിച്ച് അരിവാളോങ്ങി ഭീഷണിപ്പെടുത്തുന്ന ജോസ് എന്ന പിതാവിൻ്റെ ക്രൂരമായ ചിത്രം നമ്മൾ കണ്ടു. പോലീസ് ഇടപെട്ടു. കണ്ണൂർ കമ്മീഷണർ എൻ്റെ അടുത്ത പരിചയക്കാരനും സ്നേഹിതനുമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ കുട്ടി അഭിനയിച്ചു എന്ന് പറയുന്നു, പ്രാങ്കാണ് എന്ന് ആളുകൾ പറയുന്നു, അല്ലെങ്കിൽ ബന്ധുക്കൾ പറയുന്നു, കുട്ടികൾ തന്നെ പറയുന്നു. ഇങ്ങനെയും കുട്ടി അഭിനയിക്കുമോ? പോലീസിന് സംശയം തോന്നില്ലേ? പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു. റൂറൽ എസ് പിക്കാണ് ചുമതല. അദ്ദേഹത്തോട് കമ്മീഷണർ കാര്യങ്ങൾ വിളിച്ച് തിരക്കി. കമ്മീഷണർ അദ്ദേഹം പറഞ്ഞത്, ഈ വിളിച്ച് തിരക്കുമ്പോൾ ബന്ധുക്കൾ പറയുന്ന അനിത എന്ന ബന്ധു, അതായത് അമ്മയുടെ അടുത്ത ബന്ധു പറഞ്ഞത്, ഈ കുട്ടികൾ ജനിച്ച അന്നു മുതൽ ഇയാൾ പീഡനമാണ്, ഇയാൾ ഉപദ്രവിക്കുന്നുണ്ട്. ഈ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് അമ്മ പിണങ്ങിപ്പോയത്. അമ്മ കുട്ടികളുടെ കസ്റ്റഡി, അതായത് കുട്ടികളുടെ സംരക്ഷണ ചുമതല അമ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചൈൽഡ് ലൈനിൻ്റെ സംരക്ഷണയിലാണ് കുട്ടികളുള്ളത് എന്ന് പോലീസ് ഓഫീസർ പറഞ്ഞതാണ്. അച്ഛൻ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. ഇത് പ്രാങ്ക് അല്ല. കുട്ടികളെ നിരന്തരം ഉപദ്രവിക്കാറുണ്ട്. കുട്ടികളെ കത്തിക്ക് കൊത്തുന്നത് ഇയാളുടെ ശീലമാണ്. ഇയാൾ കാസർഗോഡ് സ്വദേശിയാണ്. ഇയാൾ ഇൻബോൺ ക്രിമിനലാണ്. ഇയാൾ പലപ്പോഴും ഇങ്ങനെ കുറ്റവാസന, കുട്ടികളെ ഉപദ്രവിക്കുന്ന ശീലമുള്ള ആളാണ്. അത് കണ്ണൂരിൽ നടന്ന സംഭവം. ഞാനിനി കടപ്പയിൽ നടന്ന വേറൊരു സംഭവം പറയാം. കുട്ടികൾ നിരന്തരം, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും ലോകമെമ്പാടും കുട്ടികൾ ഇങ്ങനെ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് നടന്ന സംഭവം അറിയാമല്ലോ. ഒരു വൃദ്ധൻ ഒരു കുഞ്ഞിന് മുട്ടായി കൊടുക്കാമെന്ന് പറഞ്ഞ്, മധുരം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി ഒരു 5 വയസ്സുകാരനെ പീഡിപ്പിച്ചു. അയാളെ കോടതി ശിക്ഷിച്ചു. ഇത് കടപ്പയിൽ ഒരു കല്യാണ വീട്ടിൽ നമുക്കറിയാം ഒത്തിരി ആളുകൾ വരും. പ്രത്യേകിച്ച് ഹൈദരാബാദിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഡംബരമാണ്. 3 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് അവിടെ. നമ്മുടെ കേരളത്തിലെ പോലെ അല്ല. അപ്പോൾ ധാരാളം ആളുകൾ ഇങ്ങനെ കല്യാണ വീട്ടിൽ ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കും. പലതരത്തിലുള്ള ആഘോഷങ്ങളും പാട്ടുകളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ ഏതെങ്കിലും നൃത്തം ചെയ്യുന്ന ആളുകൾക്കൊപ്പം കുട്ടികളും ഉണ്ടാകും. അപ്പോൾ കുട്ടികൾ അവിടെ ആഘോഷത്തിനൊപ്പം ഉണ്ടാകുമെന്ന് രക്ഷിതാക്കൾ കരുതും. അങ്ങനെ ഒരു 3 വയസ്സുകാരി അമ്മയ്ക്കൊപ്പമാണ് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനെത്തിയത്. ആ 3 വയസ്സുകാരി വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കുട്ടിക്ക് പഴം നൽകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. കുട്ടി ആ പഴം സ്വീകരിക്കാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് പോകുന്നു. കുട്ടിയെ കുറച്ച് സമയം കഴിഞ്ഞിട്ടും കാണാനില്ല എന്ന് പറഞ്ഞ് അമ്മ നിലവിളിച്ചുകൊണ്ട് പെൺകുട്ടിയെ അന്വേഷിച്ച് അലയുകയാണ്. അപ്പോഴും മാത്രമാണ് കല്യാണ വീട്ടിൽ കൂടിയ മറ്റ് ബന്ധുക്കളും അവിടെ സൽക്കാരത്തിൽ പങ്കെടുക്കാനെത്തിയ മറ്റ് അതിഥികളും ഈ നിലവിളി കേട്ട് പെൺകുട്ടിയെ തിരക്കി നടക്കുന്നു. പെൺകുട്ടിയെ തിരക്കി നടക്കുമ്പോൾ പെൺകുട്ടിയെ കാണുന്നില്ല. ആ വീടും പരിസരവുമൊക്കെ അരിച്ചു പറക്കുന്നു. അപ്പോൾ ഈ മണ്ഡപത്തിന്, അതായത് ലൈറ്റും മറ്റുമൊക്കെ ഇട്ട് അലങ്കാരപ്പണികൾ ചെയ്തതിനപ്പുറത്ത് ഒരു കുറ്റിക്കാട്ടിൽ പെൺകുട്ടിയുടെ ചേതനയറ്റ ശരീരമാണ് കാണുന്നത്. ആലോചിച്ച് നോക്കുക. ആ പഴം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ച ആൾ റഹ്മത്ത് എന്നാണ് അയാളുടെ പേര്, റഹ്മത്തുള്ള. അയാളെ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കടപ്പ എന്ന സ്ഥലത്താണ് ഈ ക്രൂരത അരങ്ങേറിയത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരിടത്തും സുരക്ഷിതരല്ല. ഞാൻ പറഞ്ഞത്, കണ്ണൂരിൽ അച്ഛൻ മകളുടെ മുടിക്കുത്തിന് പിടിച്ച് അരിവാൾ കൊണ്ട് വെട്ടാനോങ്ങുന്നു. അമ്മയെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്താൻ ചെയ്ത പ്രാങ്ക് വീഡിയോയാണെന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇത് പ്രാങ്കാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഹൈദരാബാദിൽ കടപ്പയിൽ നടക്കുന്നത് 3 വയസ്സുകാരിയെ പഴം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നു. അതുപോലെ എത്ര സംഭവങ്ങൾ കേരളത്തിൽ തന്നെ എണ്ണിപ്പറഞ്ഞാൽ ഇതുപോലെ ധാരാളം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലും. അപ്പോൾ കുട്ടികൾ ഒരിടത്തും സുരക്ഷിതരല്ലാതെ പോകുന്ന അവസ്ഥ. അപ്പോൾ നമ്മുടെ കുട്ടികളെ, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വായിച്ച ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ എഴുതിയ ഒരു കുറിപ്പാണ്, നമ്മുടെ കുട്ടികളെ നമ്മുടെ കൂടെ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക, മറ്റ് വീടുകളിൽ വിടാതിരിക്കുക, മറ്റ് വീടുകളിൽ മറ്റ് ആളുകൾക്കൊപ്പം കുട്ടികളെ ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുക, നമ്മുടെ കൂടെ തന്നെ കിടത്തി ഉറക്കുക. കഴിവിൻ്റെ പരമാവധി നമ്മളുടെ അസാന്നിധ്യം കുട്ടികൾ അറിയാതിരിക്കുക. നമ്മളെപ്പോഴും കുട്ടികളുടെ കൂടെ തന്നെ ആയിരിക്കുക. അവരെ മറ്റ് വീടുകളിലാക്കുകയാണെങ്കിൽ അവർ സുരക്ഷിതരാണെന്ന് എപ്പോഴും ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. അങ്ങനെ തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ. ഒരു പ്രത്യേക പ്രായം വരെ കുട്ടികളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ കുട്ടികളുടെ ലൈംഗിക അവയവങ്ങളിൽ ആളുകൾ സ്പർശിക്കുകയാണെങ്കിൽ കുട്ടികളെ നിലവിളിക്കാൻ പഠിപ്പിക്കുക. അങ്ങനെ തൊടാൻ പാടില്ല എന്ന്, അങ്ങനെ തൊടുന്നത് തെറ്റാണ് എന്ന്, മറ്റൊരാൾ തൊടുന്നത് തെറ്റാണ് എന്ന് കുട്ടികളെ ഇപ്പോഴേ ചെറിയ പ്രായത്തിൽ തന്നെ ബോധ്യപ്പെടുത്തുക.
എന്നിട്ട് നിലവിളിക്കാൻ പഠിപ്പിക്കുക, എന്നിട്ട് മറ്റൊരാളെ അറിയിക്കാൻ പഠിപ്പിക്കുക, ആര് അങ്ങനെ ചെയ്താലും അമ്മയോടോ അച്ഛനോടോ വന്ന് കാര്യങ്ങൾ പറയാൻ പഠിപ്പിക്കുക, അങ്ങനെ തുടങ്ങി കുറേയധികം കാര്യങ്ങളുണ്ട്. കഴിവിൻ്റെ പരമാവധി അപരിചിതരോട് ഇടപഴകരുത് എന്ന് തന്നെ പറയുക, ബന്ധുക്കളോടാണെങ്കിൽ പോലും ആരുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങി കഴിക്കരുത് എന്ന് തന്നെ പറഞ്ഞ് ശീലിപ്പിക്കുക. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ രക്ഷിതാക്കളും ശീലിക്കേണ്ടതുണ്ട്. ഞാനിത് പറയുന്നത് ബോധവൽക്കരണമൊന്നുമല്ല. ഇത്തരം വാർത്തകൾ പെരുകുമ്പോൾ, ഈ വാർത്ത കടപ്പയിലെ വാർത്ത അവതരിപ്പിക്കുകയാണ് എൻ്റെ ഉദ്ദേശമെങ്കിലും, കണ്ണൂരിൻ്റെ ഫോളോ അപ്പ് പറയുകയാണ് എൻ്റെ ഉദ്ദേശമെങ്കിലും, ഇതേ പ്രായത്തിലുള്ള മകൻ എനിക്കുമുള്ളത് കൊണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. അപ്പോൾ കടപ്പയിൽ നടന്ന സങ്കടകരമായ വാർത്ത പറയുന്നു. കണ്ണൂരിൽ ആ പിതാവ് ചെയ്തത് പ്രാങ്കാണെങ്കിലും അത് ക്രൂരമായ പ്രാങ്കാണ് എന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു. ആ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിൻ്റെ പുരോഗതി കൂടി പറയുകയായിരുന്നു ഈ വീഡിയോയുടെ ലക്ഷ്യം.